ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുലൂസ് ബ്ലോഗിംഗ് കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അതിന് മാമ്പഴം, പഴുത്ത മാമ്പഴം എടുത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം. ഇത് വറവിനുള്ളതാണ്. കടുക്, ഉലുവ, കറിവേപ്പില, പിന്നെ കാശ്മീരി മുളക് പൊടി, അര ഗ്ലാസ് തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ഇനി തേങ്ങ നല്ലപോലെ അരച്ചെടുക്കണം. മാമ്പഴപ്പുളിശ്ശേരി മാങ്ങ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് വേവിക്കാനാണേ. ഇനി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ട് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇത് വേവിക്കണം. അപ്പോഴത്തേക്ക് ഇത് വേവുമ്പോഴേക്ക് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. തേങ്ങയും ജീരകവും അരച്ചെടുക്കണം. നമ്മുടെ മാങ്ങ കണ്ട അരിപ്പൊളി കണ്ട നല്ല ശരിക്കും വെന്ത് പൊടിയായി. നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് കലക്കണം. ഇതുണ്ട മോര് കൂട്ടി അരച്ച് തന്നിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം കൂട്ടാണ്ട് അരച്ച് വെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം വെക്കാണ്ട് അധികം തിളക്കണ്ട. ഒന്ന് നല്ല ചൂടായാൽ മതി. ഇനി നല്ല ചൂടായതിനു ശേഷം നമുക്ക് വാങ്ങിയിട്ട് ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്തിടണം. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകും ഉലുവയും കൂടെ വറുത്തിടണം. വെച്ച് അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇനി 2 മണി ഉലുവ, ഈ കറിവേപ്പില. ഇനി നമുക്കിത് വറുത്തിടാം. അങ്ങനെ നമ്മളെ മാങ്ങാപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.